നമസ്കാരം. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുടെ മുതിർന്ന കമാൻഡറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ലഷ്കർ കമാൻഡർ ഖാരി സയ്യിദ് അബ്ദുൽ അസീസാണ് കൊല്ലപ്പെട്ടത്. ഇസ്ലാമാബാദിലെ കുബ പള്ളിക്ക് മുന്നിൽ കുഴഞ്ഞു വീണാണ് ഇയാൾ മരിച്ചത്. പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി എത്തുന്നതിന് തൊട്ടുമുമ്പ് ഇയാൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഭക്ഷണത്തിന് ശേഷം പള്ളിയുടെ കവാടത്തിലെത്തിയ ഇയാൾ ഉടൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇയാളുടെ മരണകാരണം സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും പുറത്തു വന്നിട്ടില്ല. ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേനയുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായവും മറ്റ് ആനുകൂല്യങ്ങളും എത്തിച്ചു നൽകുന്ന ലഷ്കറിന്റെ പ്രധാന വിഭാഗത്തിന്റെ ചുമതലക്കാരനായിരുന്നു ഖാരി സയ്യിദ്. 2005-ൽ അൽ-ഖ്വയ്ദ താലിബാൻ ബന്ധങ്ങളെ തുടർന്ന് ഐക്യരാഷ്ട്രസഭ ഉപരോധം ഏർപ്പെടുത്തിയ സംഘടനയാണ് ലഷ്കർ-ഇ-തൊയ്ബ. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി തങ്ങളുടെ സംഘടനയിലെ 30ഓളം അംഗങ്ങളെ അജ്ഞാതരായ ആളുകൾ വധിച്ചതായി മുതിർന്ന ലഷ്കർ ഭീകരൻ പരസ്യമായി വെളിപ്പെടുത്തിയ ദിവസങ്ങൾക്കുള്ളിലാണ് മുതിർന്ന കമാൻഡറുടെ ഈ ദുരൂഹ മരണം. ലഷ്കർ ഭീകരനായ റിസ്വാൻ ഹനീഫ് ഒരു വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു ഇത്തരം കൊലപാതകങ്ങൾ പരസ്യമായി സമ്മതിച്ചത്. ആദ്യമായിട്ടാണ് ഒരു ലഷ്കർ ഭീകരൻ തങ്ങളുടെ ആളുകൾ ഇത്തരത്തിൽ തുടർച്ചയായി വധിക്കപ്പെടുന്നുണ്ടെന്ന കാര്യം പരസ്യമായി വ്യക്തമാക്കുന്നത്. അടുത്ത കാലത്തായി പാകിസ്ഥാന്റെ മണ്ണിൽ ലഷ്കർ-ഇ-തൊയ്ബ നേരിട്ട കനത്ത നാശനഷ്ടങ്ങളുടെയും തിരിച്ചടികളുടെയും വ്യക്തമായ സ്ഥിരീകരണമായിരുന്നു ആ പരസ്യമായ കുറ്റസമ്മതം. തങ്ങളുടെ ആളുകളെ ഓരോരുത്തരെയായി വേട്ടയാടി പിടിക്കുന്ന സംഘത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നായിരുന്നു ഭീകര നേതാവിന്റെ ആരോപണം. അജ്ഞാത തോക്കുധാരികളെ ഉപയോഗിച്ച് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഹനീഫ് തന്റെ പ്രസംഗത്തിൽ ആരോപിച്ചിരുന്നു. പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളായ പെഷവാർ, കറാച്ചി, റാവൽപിണ്ടി എന്നിവിടങ്ങളിലും പാക് അധിനിവേശ കശ്മീരിലെ മുസഫറാബാദ്, റാവൽകോട്ട് എന്നിവിടങ്ങളിലുമായിരുന്നു ലഷ്കർ ഭീകരർ കൃത്യമായ ആസൂത്രണത്തോടെ വധിക്കപ്പെട്ടത്. ഇന്ത്യയിലെ സുരക്ഷാ സേനകളെയും നിരപരാധികളായ പൗരന്മാരെയും ലക്ഷ്യമിട്ട് പതിറ്റാണ്ടുകളായി ഭീകരാക്രമണം നടത്തുന്നവർ സ്വന്തം താവളങ്ങളിൽ പോലും സുരക്ഷിതരല്ലെന്ന ഭയം ഇപ്പോൾ പാക് മണ്ണിൽ പടർന്നിട്ടുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ തന്ത്രപരമായ നീക്കങ്ങളെയും ദുരന്തർ മോഡൽ രഹസ്യ ഓപ്പറേഷനുകളെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ അജ്ഞാത ആക്രമണങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. പാക് അധിനിവേശ കശ്മീരിൽ പോലും തങ്ങളുടെ പ്രവർത്തകർക്ക് സമാധാനത്തോടെയും ശാന്തതയോടെയും ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നും ഇന്ത്യൻ ഏജന്റുകൾ തങ്ങളുടെ ആളുകളെ വധിക്കുകയാണെന്നും ഹനീഫ് ആ വീഡിയോയിൽ അവകാശപ്പെട്ടിരുന്നു. എപ്പോൾ വേണമെങ്കിലും തങ്ങൾക്ക് നേരെ വെടിയുണ്ടകൾ പാഞ്ഞെത്താമെന്ന രീതിയിലാണ് ഭീകര നേതാക്കൾ അവിടെ കഴിഞ്ഞുകൂടുന്നത്. ഭീകരർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ മറ്റു മതവിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് അങ്ങേയറ്റം വിദ്വേഷകരവും പ്രകോപനപരമായ പരാമർശങ്ങളും ഇയാൾ ആ പ്രസംഗത്തിൽ നടത്തിയിരുന്നു. കേവലം മതവിശ്വാസത്തിന്റെ പേരിലാണ് തങ്ങൾ ലക്ഷ്യമിടപ്പെടുന്നതെന്ന് വരുത്തി തീർക്കാനും അന്താരാഷ്ട്ര തലത്തിൽ അനുകമ്പ പിടിച്ചെടുക്കാനുമാണ് ഭീകര സംഘടന ഇതിലൂടെ ശ്രമിച്ചിരുന്നത്. അടുത്തിടെ പാകിസ്ഥാനിലെ വിവിധ കോണുകളിൽ വെടിയേറ്റ് മരിച്ച പ്രമുഖ ഭീകരരുടെ പട്ടിക പരിശോധിച്ചാൽ ലഷ്കർ-ഇ-തൊയ്ബയ്ക്ക് സംഭവിച്ച നാശത്തിന്റെ ആഴം വ്യക്തമാകും. 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന ആസൂത്രകരിൽ ഒരാളും ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയുമായിരുന്ന സാജിദ് മിർ, കറാച്ചിയിൽ വെച്ച് വെടിയേറ്റ് മരിച്ച ഷാഹിദ് ലത്തീഫ് തുടങ്ങിയ പ്രമുഖർ ഈ പട്ടികയിലുണ്ട്. ഇതിനു പുറമെ കശ്മീരിൽ നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്ന റിയാസ് അഹമ്മദ് എന്ന അബൂ ഖസീം റാവൽകോട്ടിലെ പള്ളിയിൽ വെച്ചാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ലഷ്കർ-ഇ-തൊയ്ബയുടെ പ്രമുഖ റിക്രൂട്ടറും കമാൻഡറുമായിരുന്ന അക്രം ഖാൻ അഥവാ അക്രം ഖാസി പാകിസ്ഥാനിലെ ബജൌറിൽ വെച്ചാണ് അജ്ഞാതരുടെ തോക്കിനിരയായത്. 2008-ൽ 166 പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയുടെ നിരവധി പ്രമുഖ അംഗങ്ങളാണ് കഴിഞ്ഞ 3-4 വർഷങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ടത്. പെഷവാർ, കറാച്ചി, റാവൽപിണ്ടി, റാവൽകോട്ട്, മുസഫറാബാദ് തുടങ്ങിയ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും വിവിധ പ്രദേശങ്ങളിൽ വെച്ച് അജ്ഞാതരുടെ ആക്രമണങ്ങളിൽ 30-ലധികം ഭീകരർ വധിക്കപ്പെട്ടതായിട്ടായിരുന്നു റിസ്വാൻ ഹനീഫ് അവകാശപ്പെട്ടിരുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ മുൻനിര കമാൻഡർ കൂടി സമാനമായ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത് ലഷ്കർ കേന്ദ്രങ്ങളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്.